ഗൈസ് നമ്മൾ യദു പുതിയ ഷട്ടിൽ കിറ്റ് മേടിച്ചിട്ടുണ്ട്. ഇനി യദുവും ജിനലും ഒരു മാച്ച് നടത്താൻ പോവാണ്. അപ്പൊ മാച്ച് തുടങ്ങാൻ പോവാണ്. 10-നാണ് കളി. യദുവിന് കളിക്കാൻ അറിയത്തില്ലെന്നാണ് ഗൈസ് പറയുന്നത്. ഇതാ തുടങ്ങാൻ പോവാണ് കളി. തുടങ്ങിക്കോ ഗൈസ്. കളിക്കാൻ അറിയാൻ മേലെന്ന് പറഞ്ഞിട്ട് ഇതാ ജിനൽ പറത്തി 1-1. ഗൈസ് യദു ഏതാണ്ട് കാണിച്ചത് പേരുടെ മണ്ടേ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി യദു ഗൈസ് യദു ഇത് എടുത്തിട്ട് വരും. അതുവരെ ഒരു ബ്രേക്ക്. സ്കോർക്ക് കിട്ടിയിട്ടുണ്ട്. ജിനൽ വീണ്ടും റെഡി ആവുകയാണ്. തുടങ്ങിക്കോ ഗൈസ്. അങ്ങ് പോയി ഗൈസ്. അടുത്ത മാച്ച് യദു ഗൈസ്. അപ്പോൾ ജിനലും യദുവിനും 2-2 ടൈ ആണ് ഗൈസ്. ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത് ഗൈസ്. നടുക്ക് വീണു. കൂട്ടത്തില്ല ഗൈസ്. ജിനലിന് 3, യദുവിന് 2. ജില്ല കളിക്കണ വരെയായി ഗൈസ്. യദുവിന് 4 ഗൈസ്. യദു നിലത്ത് കളഞ്ഞു അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതാ നടുക്ക് വീണു. ഇപ്പം സ്കോർ 4-2. ഇപ്പം അത് 5 ജിനൽ ഗൈസ്. അപ്പോൾ അടുത്ത മണ്ട പോയിട്ടുണ്ട് ഗൈസ്. എവിടെ പോയെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ജില്ല എങ്ങോട്ടാ പോകുന്നുണ്ട് കാരണം പോയി. അപ്പൊ ഗൈസ് ഇന്നത്തെ വിന്നർ യദു അല്ല ഗൈസ്. വിന്നറാണ് ഈ നിൽക്കുന്നത് എന്നൊക്കെ പറയണമെന്നുണ്ട്. പോളാ. സ്കോർക്ക് കിട്ടിയിട്ടുണ്ട്. 4-2 സ്കോർ. ജില്ല തുടങ്ങുവാണ് ഗൈസ്. യദുവിന് 5. വീണ്ടും തുടങ്ങാൻ പോവാണ് ഗൈസ്. യദുവിന് 6. ജില്ല കളിക്കടാ. അത് കൂട്ടത്തില്ല. ഫൗളാ. മേളിൽ തട്ടിയിട്ടാണ് ഗൈസ്. അങ്ങ് പോയി ഗൈസ്. ഗൈസ് അത് സ്കോറായിട്ട് ഞങ്ങൾ കൂട്ടുവാണ് 3. ഞാൻ മാറട്ടെ ഗൈസ്. യദുവിന് 7. ഫൗളൊന്നുമില്ല. കളി കളി കളി. അപ്പൊ ഗൈസ് ജിനൽ മേളിലോട്ട് കോർക്ക് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എവിടെ പോയെന്നൊന്നും അറിയത്തില്ല. ഇന്നത്തെ മാച്ചിന്റെ വിന്നർ യദുവാണ്. പക്ഷെ ഭയങ്കര ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. ഇതാ ഗൈസ് യദുവിനെ വിത്തേ കയറ്റി ഗൈസ്. ഇതാ നമുക്ക് നാളെ